Good evening students. Welcome to a lecture series of quantum mechanics. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്ത ഷ്രോഡിഞ്ചർ ഇക്വേഷനും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസും എന്താണ് വേവ് ഫംഗ്ഷൻ എന്നും അതിൻ്റെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതും എന്താണ് പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റിയും പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നുള്ള രീതിയിലുള്ള കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷ്രോഡിഞ്ചർ ഇക്വേഷനും ഹൈസൻബർഗ് ഇക്വേഷൻസ് ഓഫ് മോഷനും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയും ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ചില ആപ്ലിക്കേഷൻസ്, അതായത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചില സർട്ടൺ സിംപ്ലസ്റ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫ്രീ പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷൻ. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഒരു ഫ്രീ പാർട്ടിക്കിളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ there is no force acting on the particle. External force is 0. So the potential V of x is equal to 0. X എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് പൊസിഷൻ നെയാണ്. ഇറ്റ് മേ ബി എക്സ് ഓർ വൈ ഓർ സെറ്റ്. അപ്പോൾ പൊട്ടൻഷ്യൽ V ഈസ് 0. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണ്? ഷ്രോഡിഞ്ചർ ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ കണ്ടുപിടിക്കുക. Schrodinger's time independent equation will be minus h cross square divided by 2m del square ue of x bar plus v ue of x bar is equal to e ue of x bar. യു ഇ ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടി എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അതിന് ഉദ്ദേശിക്കുന്നത് സ്പേസ് വെക്റ്റർ ആണ്. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ യു ഇ ഓഫ് വെക്റ്റർ ആർ എന്ന് എഴുതും. വെക്റ്റർ ആർ എന്ന് പറയുന്നത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ എക്സിൻ്റെ മുകളിൽ ഒരു ബാർ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ദിസ് എക്സ് ബാർ സ്റ്റാൻഡ്സ് ഫോർ the 3 coordinates x, y and z. ഓക്കെ, അപ്പോൾ ആ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഞാൻ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ നൊട്ടേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ യു ഇ ഓഫ് എക്സ് ബാർ എന്നാണ് എഴുതിയത്. അപ്പോൾ നമുക്കറിയാം ജനറൽ വേവ് ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് യു ഇ ഓഫ് എക്സ് ബാർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ഇ ടി ബൈ എച്ച് ക്രോസ്. ഇതാണ് നമ്മളുടെ ജനറൽ വേവ് ഫംഗ്ഷൻ. ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഫംഗ്ഷൻ വരിക. ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്താൽ ഈ യു ഇ ഓഫ് എക്സ് ബാർ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടോട്ടൽ വേവ് ഫംഗ്ഷനും അതിൻ്റെ എനർജി ഐഗൺ വാല്യൂസും നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തൽക്കാലം ഇത് ഒരു ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ടൈം ഇല്ലാത്തതുകൊണ്ടും പൊട്ടൻഷ്യൽ 0 ആയതുകൊണ്ടും അത് ടൈം ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടും ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. സോ V ഈസ് 0 ഹിയർ. സോ ഫോർ എ ഫ്രീ പാർട്ടിക്കിൾ minus h cross square divided by 2m del square ue of x bar is equal to e into ue of x bar. So the equation number 1 കൊടുക്കുക. Then del square ue of x bar is equal to minus 2me divided by h cross square ue of x bar. Equation number 2. നമുക്ക് let us define k square as 2me divided by h cross square. കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിന് 3 കമ്പോണൻ്റ് ഉണ്ടാവും. അത് കെ എക്സ്, കെ വൈ, കെ സെഡ് എന്ന് വരും. അപ്പോൾ കെ എക്സ് സ്ക്വയർ പ്ലസ് കെ വൈ സ്ക്വയർ പ്ലസ് കെ സെഡ് സ്ക്വയർ ആണ് കെ സ്ക്വയർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് വെക്റ്റർ കെ എന്ന് പറഞ്ഞാൽ കെ എക്സ്, കെ സഫിക്സ് എക്സ് ഐ ക്യാപ് plus k suffix y j cap
plus k suffix z k cap. Okay, this vector k represents the wave vector that we will define later. Wave vector എന്നാണ് ഇതിനെ define ചെയ്യുക. So k square is equal to 2me divided by h cross square. That is p square divided by h cross square ആണ് വരിക. അതായത് വെക്റ്റർ p is equal to h cross വെക്റ്റർ k. മൊമെന്റും വേവ് വെക്ടറും തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെയാണ്. വെക്റ്റർ p is equal to h cross k. ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1 സോൾവ് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ നമ്പർ 2 എന്താണ്? ഡെൽ സ്ക്വയർ യു ഇ ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ യു ഇ ഓഫ് എക്സ് ബാർ. ഇങ്ങനെയാണ് ഇക്വേഷൻ നമ്പർ 2. സോ ഇതൊരു സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്ക്, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. ആ മെത്തേഡ് പഠിച്ചിട്ടുണ്ടാവും, സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. സോ ഇവിടെ യു ഇ എന്ന് പറയുന്നത് യു ഇ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ബാർ എന്ന് എഴുതിയാൽ അതിന് പകരം ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്. 3 കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഈ വേവ് ഫംഗ്ഷനെ മൂന്ന് വെക്റ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സെപ്പറേഷൻ ഓഫ് വേരിയബിൾസിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന യു ഇ ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം: യു ഇ ഓഫ് എക്സ് ഇൻറ്റു യു ഇ ഓഫ് വൈ കമ്പോണൻറ്റ് ഓൺലി, യു ഇ ഓഫ് സെഡ്. അതായത് എക്സ് കമ്പോണൻറ്റിൻ്റെയും വൈ കമ്പോണൻറ്റിൻ്റെയും സെഡ് കമ്പോണൻറ്റിൻ്റെയും 3 വെക്റ്റേഴ്സിൻ്റെ എക്സ് ഡയറക്ഷനിലുള്ള ഒരു വെക്ടറും വൈ ഡയറക്ഷനിലുള്ളൊരു എക്സ് ഡയറക്ഷനിലുള്ള വേവ് ഫംഗ്ഷനും വൈ ഡയറക്ഷനിലുള്ള വേവ് ഫംഗ്ഷനും സെഡ് ഡയറക്ഷനിലുള്ള വേവ് ഫംഗ്ഷനെയും പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ദ ടോട്ടൽ വേവ് ഫംഗ്ഷൻ എഴുതാം. ഇറ്റ് ഡിപ്പെൻഡ്സ് എക്സ് ഓൺലി. എക്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, വൈനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, സെഡിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇത് നമ്മൾ കൺവെൻഷനലി നമ്മൾ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസിൽ അസ്യൂം ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആണ്. ലെറ്റ് us assume that ue of x bar is equal to ue of x into ue of y into ue of z. Okay, equation number 4 എന്ന് കൊടുക്കുക. ഓക്കെ, then ഡെൽ സ്ക്വയർ എന്നുള്ളതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഇൻറ്റു യു ഇ ഓഫ് എക്സ് ബാർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ഇൻറ്റു യു ഇ ഓഫ് എക്സ് ബാർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ യു ഇ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ യു ഇ ഓഫ് എക്സ് ബാർ. നമുക്കിത് യു ഇ ഓഫ് എക്സ് ബാറിന് പകരം യു ഇ ഓഫ് എക്സ് ഇൻറ്റു യു ഇ ഓഫ് വൈ ഇൻറ്റു യു ഇ ഓഫ് സെഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ യു ഇ ഓഫ് വൈയും യു ഇ ഓഫ് സെഡും എക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? യു സെഡ് യു വൈ യു സെഡ് ഡി സ്ക്വയർ യു എക്സ് ബൈ ഡി വൈ സ്ക്വയർ. യു ഇ ഓഫ് എക്സ് എന്നുള്ളതിന് എളുപ്പത്തിൽ യു എക്സ് യു വൈ യു സെഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ മതി. അതായത് യു ഇ ഓഫ് എക്സ് ബാറിനെ കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള നൊട്ടേഷൻ എന്ന് പറയുന്നത് യു എക്സ് ഇൻറ്റു യു വൈ ഇൻറ്റു യു സെഡ് എന്ന്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 4 ഞാൻ അങ്ങനെ എഴുതുകയാണ്. അപ്പോൾ നമുക്ക് യു വൈ യു സെഡ് ഇസ് ഈക്വൽ ഇൻറ്റു ഡി സ്ക്വയർ യു എക്സ് ബൈ ഡി വൈ സ്ക്വയർ പ്ലസ് അടുത്ത ടേമും അതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ എന്ത് വരും? യു എക്സ് യു സെഡ് ഇൻറ്റു ഡി സ്ക്വയർ യു വൈ ബൈ ഡി വൈ സ്ക്വയർ പ്ലസ് യു എക്സ് യു വൈ ഡി സ്ക്വയർ യു സെഡ് ബൈ ഡി സെഡ് സ്ക്വയർ is equal to minus of kx square plus ky square plus kz square into ux into uy into uz. Vector
കെ സ്ക്വയറിന് പകരം കെ എക്സ് സ്ക്വയർ പ്ലസ് കെ വൈ സ്ക്വയർ പ്ലസ് കെ സെഡ് സ്ക്വയർ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ദെൻ നമുക്ക് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് യു എക്സ് യു വൈ യു സെഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ux uy into uz. So that can be written as 1 by ux d square ux by dx square plus 1 by uy d square uy by dy square plus 1 by uz d square uz by dz square is equal to minus of kx square plus ky square plus kz square. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? 1 by ux d square ux by dx square plus kx square ഫസ്റ്റ് ടൈം എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ടൈം പ്ലസ് 1 by uy d square uy by dy square plus ky square plus 1 by uz d square uz by dz square plus kz square is equal to 0. അപ്പോൾ ഇത് ഓരോന്നും ഇത് എക്സ് ഡയറക്ഷനിലുള്ളൊരു എന്താ പറയുക ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ടേമായിട്ട് മാറി. ഇത് വൈ ഡയറക്ഷൻ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ടേമാണ്. ഇത് സെഡ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ടേമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ്ലി ഈ ഇക്വേഷൻസ് 0 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വരും, നമുക്ക് അസ്യൂം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഈ നമുക്കറിയാം 1 by ux d square ux by dx square plus kx square is equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്താൽ d square ux by dx square plus kx square ux is equal to 0 എന്ന് വരും. The solution of this equation is ux, which is a function of x only, is equal to some constant cx e raised to I kx into x. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതേ രൂപത്തിൽ യു എക്സ് എക്സ് എഴുതി കഴിഞ്ഞാൽ യു വൈ വൈ എഴുതാം, യു സെഡ് സെഡ് എഴുതാം, യു വൈ നമ്മളിപ്പോൾ മുമ്പ് എഴുതിയ ഇക്വേഷനെ അതായത് 1 by ux d square ux by dx square plus kx square plus 1 by uy d square uy by dy square plus ky square plus 1 by uz d square uz by dz square plus kz square is equal to 0 എന്നുള്ളതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ യു എക്സ് ഓഫ് എക്സ് ബാർ എക്സ് ഇസ് ഈക്വൽ ടു സി എക്സ് ഇ റേസ് ടു ഐ കെ എക്സ് ഇൻറ്റു എക്സ്. സിമിലർലി യു വൈ വൈ ഈസ് സി വൈ ഇ റേസ് ടു ഐ കെ വൈ വൈ ആൻഡ് യു സെഡ് സെഡ് is equal to c z e raised to I k z z. cx cy cz നോർമലൈസേഷൻ കോൺസ്റ്റന്റുകളാണ്. കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. നമുക്ക് ആ കോൺസ്റ്റന്റ് പിന്നെ കണ്ടുപിടിക്കാം. യു ക്യാൻ പുട്ട് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 6. ദെൻ വാട്ട് ഈസ് ജനറൽ വേവ് ഫംഗ്ഷൻ യു ഇ ഓഫ് എക്സ് ബാർ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഇൻറ്റു യു സെഡ് set, that is equal to cx into cy into cz into e raised to I kxx plus kyy plus kzz. This can be written as
സി എക്സ് സി വൈ സി സെഡിന് പകരം ഒരു സി എന്ന് കൊടുക്കുക. ഇ റേസ് ടു ഐ വെക്റ്റർ കെ ഡോട്ട് വെക്റ്റർ എക്സ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഇത് പൊസിഷൻ വെക്ടറാണ്, പൊസിഷൻ വെക്ടർ വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെറ്റ്. സോ വെക്ടർ എക്സ് ബാറിനെ നിങ്ങൾക്ക് എഴുതാം എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെറ്റ് കെ. ഇതാണ് എക്സ് ബാർ. ഓക്കെ, അപ്പോൾ നമുക്ക് യു ഇ ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് എന്തെഴുതാം? സി ഇ റേസ് ടു ഐ കെ ഡോട്ട് എക്സ്, ഇക്വേഷൻ നമ്പർ 7. ഇതൊരു പ്ലെയിൻ വേവിൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ ഒരു ഫ്രീ പാർട്ടിക്കിളിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ വേവ് ആയിരിക്കും. പ്ലെയിൻ വേവിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. ഇറ്റ്സ് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ വേവ്. അപ്പോൾ നമുക്കിനി we have to find out the normalization constant. C കണ്ടുപിടിക്കണം. നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ആ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിഗ് ബോക്സ് നോർമലൈസേഷൻ എന്ന് പറയും. ബിഗ് ബോക്സ് നോർമലൈസേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാം ഒരു ഫ്രീ പാർട്ടിക്കിളാണ്. ആ ഫ്രീ പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് -∞ മുതൽ +∞ വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. 3 ഡയമെൻഷനിൽ -∞ ടു +∞ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നറിയാം. നമ്മളിത് നോർമലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് നോർമലൈസേഷൻ കണ്ടീഷനിലെ ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത് അത് നോർമലൈസ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ പ്രധാനമായും കൺസിഡർ ചെയ്യേണ്ടത് we have to treat the whole space as a cubical box of length L and volume L cube. അപ്പോൾ ഇതിനെ ഒരു ക്യൂബിക്കൽ ബോക്സ് ആക്കി ട്രീറ്റ് ചെയ്യുക. ആ ക്യൂബിക് ബോക്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് L എടുക്കുക. ആ ക്യൂബിക്കൽ ബോക്സിന്റെ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് L ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് വോള്യൂം L ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ ഒരു ക്യൂബിക്കൽ ബോക്സ് നമ്മൾ ഇമാജിൻ ചെയ്താൽ നമ്മുടെ ഹോൾ സ്പേസ് വേവ് ഫംഗ്ഷൻ നിലനിൽക്കുന്ന ആ റീജിയൻ മൊത്തം ഒരു ക്യൂബിക്കൽ ബോക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ട്രീറ്റ് ചെയ്തിട്ട് നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുക. എന്നിട്ട് ആക്ച്വൽ പ്രോബ്ലത്തിൽ, റിയലിസ്റ്റിക് പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് L ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. നോർമലി ഒരു റിയലിസ്റ്റിക് സിറ്റുവേഷനിൽ L എന്ന് പറയുന്നത് ടെൻസ് ടു ഇൻഫിനിറ്റി ആയിരിക്കും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്കൊരു ഫൈനൈറ്റ് ആയിട്ടുള്ള റിസൾട്ട് വേവ് ഫംഗ്ഷനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ഒരു L റെപ്രസെൻറ്റ് ചെയ്താൽ പോലും you can easily find out the wave function and energy eigenvalues of the system. Okay, so this method is called the big box normalization technique. For any real calculation, we simply let the size tends to infinity, and we will apply periodic boundary conditions. ഇതൊരു പ്ലെയിൻ വേവ് ആണ്, അതുകൊണ്ട് തന്നെ പീരിയോഡിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ബൗണ്ടറി എന്ന് പറയുന്ന ഈ ഒരു ക്യൂബിക്കൽ ബോക്സ് ആണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ക്യൂബിക്കൽ ബോക്സിൻ്റെ സൈഡ് വാളുകളിൽ ബൗണ്ടറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു അപ്ലൈ പീരിയോഡിക് ബൗണ്ടറി കണ്ടീഷൻ ബിക്കോസ് ദിസ് ഇസ് എ പ്ലെയിൻ വേവ്. പീരിയോഡിക് ബൗണ്ടറി കണ്ടീഷൻസ്. സോ UE of x plus L can be written as UE of x. This is the periodic boundary condition. Periodic ആണ്, wave function periodic ആണെങ്കിൽ UE of x plus L is equal to UE അല്ലെങ്കിൽ UX of x plus L is equal to UX of x എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് പീരിയോഡിക് ബൗണ്ടറി കണ്ടീഷൻ. ഇത് അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ UE of x bar is equal to C e raised to I vector k dot x bar എന്ന് എഴുതിയിട്ട് ഇത് ഇക്വേഷൻ നമ്പർ 7 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. This can be written as equation 7a. Then അത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് UE of x plus L കൊടുക്കാം. UX of
x എന്താ cx e raised to I kx x ആണ്. So ux of x plus L can be written as cx e raised to I kx into x plus L. So cx e raised to I kx into x into e raised to I kl. That is equal to ux of x. That is cx e raised to I kx x. ഇത് രണ്ടും വെട്ടിപ്പോയി. So e raised to I kl is equal to 1. So this can be obtained when kl is equal to 2 pi some integer nx, where nx will be 0, 1, 2, 3, etc. Integer values മാത്രമേ satisfy ചെയ്യുള്ളൂ. So kx is equal to, ഇവിടെ kx ഉണ്ട്, kx is equal to 2 pi nx by L, which is equation number 8. Similarly, we can apply similarly for y and z directions. We can apply the periodic boundary conditions. So you will get ky is equal to 2 pi ny by L and kz is equal to 2 pi nz by L, where nx, ny, nz varies from 0, 1, 2, 3, etc. Okay, ഇതാണ് നമ്മളുടെ kx ഉം ky ഉം kz ഉം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 9 കൊടുക്കുക, then ഇക്വേഷൻ നമ്പർ 10. Okay, then you can apply the normalization condition. Normalization എന്താണ്? വളരെ സിമ്പിൾ ആണ്. Normalization requires integral minus infinity to plus infinity ue of x bar into ue of x bar dv അല്ലെങ്കിൽ d cube r അല്ലെങ്കിൽ d cube r അല്ലെങ്കിൽ x bar എന്ന് കൊടുക്കാം is equal to 1. അപ്പോൾ അത് നമുക്ക് integral 0 to L, ഇവിടെ നമുക്ക് ക്യൂബിക്കൽ ബോക്സിന്റെ സൈഡ് 0 to L കൊടുത്താൽ മതി. ആ L എന്ന് പറയുന്നത് ഇൻഫിനിറ്റി വരുന്നു മാത്രമേ ഉള്ളൂ. integral 0 to L dx modulus c square e raised to minus I vector k dot x bar into e raised to I vector k dot vector x bar into dx into dy into dz is equal to 1. So modulus c square integral 0 to L x varies from 0 to L, x ഉം y ഉം z ഉം 0 to L ഉണ്ട്, 3 ഇൻ്റഗ്രേഷൻ ഇവിടെ വരും. dx integral y varies from 0 to L dy integral z varies from 0 to L dz is equal to 1 കൊടുക്കാം. So modulus c square into L into L into L is equal to 1. So modulus c square is equal to 1 by L cube. Taking c as real, we can write c is equal to 1 by L raised to 3 by 2. Okay, so the wave function, നമുക്ക് ഇതിനെ equation number 11 എന്ന് കൊടുക്കാം. This can be written as equation number 12 and this can be written as equation number 13. Then ue of x bar can be written as 1 by L raised to 3 by 2 e raised to I
vector k dot vector x bar. Equation number 14. So k square is equal to kx square plus ky square plus kz square 2 pi nx by L whole square plus 2 pi ny by L the whole square plus 2 pi nz by L the whole square. So that can be written as 2 pi by L the whole square into nx square plus ny square plus nz square. And നമുക്ക് 2 pi by L n square എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാം. k square. k square means വെക്റ്റർ k dot വെക്റ്റർ k ആണ്. k എന്ന് പറഞ്ഞാൽ മോഡുലസ് വെക്റ്റർ k നെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ k square is equal to 2 pi by L into n square എന്ന് എഴുതാം. This can be written as equation number 15. This is equation number 15a. രണ്ട് സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എനർജി എത്രയാണ് വരിക? എനർജി ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ എഴുതുന്നത്? കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2me ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് സ്ക്വയർ. സോ ഇ ഈസ് ഈക്വൽ ടു എച്ച് ക്രോസ് സ്ക്വയർ കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. നമ്മളിവിടെ എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു 2 pi by L the whole square into nx square plus ny square plus nz square. ഇതാണ് നമ്മൾ എഴുതിയത്. ഇതാണ് എനർജിയുടെ എക്സ്പ്രഷൻ. അപ്പോൾ നിങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇക്വേഷൻ നമ്പർ 15b എന്ന് കൊടുക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് nxഉം nyഉം nzഉം വേരി ചെയ്തത് കൊണ്ട് മാത്രം എനർജിക്ക് ചേഞ്ച് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ nx ny nz എന്നൊക്കെ പറയുന്നത് ഇൻറ്റിജർ വാല്യൂസ് ആണ് എടുക്കുക. പോസിറ്റീവ് ഇൻറ്റിജറോ നെഗറ്റീവ് ഇൻറ്റിജറോ എടുത്താൽ പോലും nx പ്ലസ് nx ഈ ഒരു ടേം വരിക പ്ലസ് nx നമുക്ക് ഇ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇ എന്ന് പറയുന്നത് ഇതൊക്കെ കോൺസ്റ്റന്റുകളാണ്. ഈ nx സ്ക്വയർ പ്ലസ് ny സ്ക്വയർ പ്ലസ് nz സ്ക്വയറിന്റെ വാല്യൂസിനനുസരിച്ചാണ് ഡിഫറെന്റ് എനർജി ലെവൽസുകൾ വരിക. കാരണം ഇത് ഇൻറ്റിജർ വാല്യൂസ് ആണ്, അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ലെവൽസുകളായിട്ട് എനർജി ക്വാണ്ടൈസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. എനർജി ക്വാണ്ടൈസേഷൻ സംഭവിച്ചു കാരണം nx ny nz എന്ന് പറയുന്നത് ഇൻറ്റിജർ വാല്യൂസ് ആണ്. അപ്പോൾ എല്ലാ വാല്യൂസും പോസിബിൾ അല്ല. ക്വാണ്ടം മെക്കാനിക്സിലുള്ള ബേസിക് എനർജി ക്വാണ്ടൈസേഷൻ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. nx സ്ക്വയർ പ്ലസ് ny സ്ക്വയർ പ്ലസ് nz സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. എപ്പോ ഇ വിൽ ബി കോൺസ്റ്റന്റ് വെൻ nx സ്ക്വയർ പ്ലസ് ny സ്ക്വയർ പ്ലസ് nz സ്ക്വയർ ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഡിഫറെന്റ് n വാല്യൂസ് ഉള്ള ഡിഫറെന്റ് nxഉം nyഉം nzഉം ഉണ്ടെങ്കിൽ പോലും nx സ്ക്വയർ പ്ലസ് ny സ്ക്വയർ പ്ലസ് nz സ്ക്വയർ എന്ന് പറയുന്നത് വേരി ചെയ്യുന്നില്ലെങ്കിൽ എനർജി വേരി ചെയ്യുന്നില്ല എന്ന് പറയാം. ഒരേ എനർജിയുള്ള രണ്ട് ലെവൽസ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റേറ്റുകളിലെ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡീജനറേറ്റ് സ്റ്റേറ്റ്സ് എന്നാണ്. അപ്പൊ ഇതിൽ മിനിമം എത്ര ഡീജനറേറ്റ് സ്റ്റേറ്റുകൾ ഉണ്ടാവും ഒരു പർട്ടിക്കുലർ nx ny nz അല്ല ഒരു പർട്ടിക്കുലർ nx സ്ക്വയർ പ്ലസ് ny സ്ക്വയർ പ്ലസ് n സ്ക്വയറിന് എത്ര ഡീജനറേറ്റ് സ്റ്റേറ്റ് ഉണ്ടാവും? നമുക്ക് വളരെ ലളിതമായിട്ട് റെപ്രസെന്റ് ചെയ്യാം. പ്ലസ് nx ഒരു ടേം പ്ലസ് ny ഒരു ടേം പ്ലസ് nz അങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നു. അതല്ലാതെ മൈനസ് nx മൈനസ് ny മൈനസ് nz രണ്ട് കേസിലും nx സ്ക്വയർ പ്ലസ് ny സ്ക്വയർ പ്ലസ് nz സ്ക്വയർ സെയിം ആണ്. ഇനി പ്ലസ് nx മൈനസ് ny പ്ലസ് nz ഇതൊരു കോമ്പിനേഷൻ. ഇനി മൈനസ് പ്ലസ് nx പ്ലസ് ny മൈനസ് nz ഇത് വേറെ കോമ്പിനേഷൻ. ഓക്കെ, അങ്ങനെ നമുക്ക് 6 ഡിഫറെന്റ് കോമ്പിനേഷൻസ് എഴുതാൻ പറ്റും. പ്ലസ് ഓർ മൈനസ് nx പ്ലസ് ഓർ മൈനസ് ny പ്ലസ് ഓർ മൈനസ് nz 6 ഡിഫറെന്റ് അവസ്ഥകളിലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ്
there will be at least 6 combinations, at least 6 combinations for same nx square plus ny square plus nz square. ഇതിലും കൂടുതലാവാം. നമ്മളിപ്പോൾ ഇത്രയും കണ്ടീഷൻ എഴുതിയെങ്കിലും ഈ 6 കോമ്പിനേഷനേക്കാളും കൂടുതലുള്ള സിറ്റുവേഷൻസും വരാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ nx സ്ക്വയർ പ്ലസ് ny സ്ക്വയർ പ്ലസ് nz സ്ക്വയർ കോൺസ്റ്റന്റ് ആണെങ്കിൽ എനർജി മാറില്ല. അപ്പം എത്ര ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് nxും nyയും nzഉം റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു 3 ഡയമെൻഷണൽ വേവ് വെക്റ്റർ സ്പേസിലാണ് നമ്മളിത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്കിത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഒരു പർട്ടിക്കുലർ എനർജി എന്ന് പറയുന്നത് E is equal to h cross square k square divided by 2m ആണ്. So k square is equal to 2me divided by h cross square. അപ്പോൾ k സെയിം ആണെങ്കിൽ k സ്ക്വയർ സെയിം ആണെങ്കിൽ E മാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കെ എക്സും കെ വൈയും കെ സെഡും 3 കോർഡിനേറ്റ്സ് എടുക്കുകയാണ്. ഇത് കെ എക്സ്, ഇത് കെ വൈ, ഇത് കെ സെഡ്. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു വെക്ടർ വരയ്ക്കുകയാണ്. അതിന് കെ എന്ന് റെപ്രസെൻ്റ് ചെയ്തു. കെ ഈസ് റൂട്ട് ഓഫ് കെ എക്സ് സ്ക്വയർ പ്ലസ് കെ വൈ സ്ക്വയർ പ്ലസ് കെ സെഡ് സ്ക്വയർ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, കെ എക്സും കെ വൈയും. എന്നിട്ട് നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു സ്പിയർ വരയ്ക്കും. 3 ഡയമെൻഷൻ ആയത് ഒരു സ്പിയർ വരച്ചു. അപ്പോൾ ആ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് കെ ആണ്. സ്പിയറിൻ്റെ റേഡിയസ് കെ ആണെങ്കിൽ ഓരോ ഡിഫറെൻറ്റ് പോയിന്റുകളിലും കെ എക്സും കെ വൈയും കെ സെഡും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഈ സ്പിയറിൻ്റെ സർഫസിലുള്ള എല്ലാ പോയിന്റുകളിലും ഡിഫറെൻറ്റ് പോയിന്റുകളിലൊക്കെ കെ എക്സും കെ വൈയും കെ സെഡും സെയിം ആണെങ്കിൽ പോലും കെ സ്ക്വയർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇസ് ഇറ്റ് കറക്റ്റ്? ഓക്കെ, ഇത് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നെഗറ്റീവ് കെ എക്സ് അല്ലെങ്കിൽ എന്താ പറയുക നെഗറ്റീവ് കെ വൈ ഒക്കെ വരും. ആ രൂപത്തിൽ കെ സെഡും കെ എക്സും കെ വൈയും ഒക്കെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സ്പിയറിൻ്റെ സർഫസിലുള്ള പോയിന്റുകൾക്ക് എല്ലാത്തിനും ഒരേ കെ സ്ക്വയർ ആയിരിക്കും. കാരണം അതിൻ്റെ റേഡിയസ് ഒരൊറ്റ റേഡിയസ് കെ ഉള്ള സർഫസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സ്പിയറിൻ്റെ സർഫസിലെ എല്ലാ പോയിന്റുകൾക്കും ഒരേ കെ ആയിരിക്കും, മീൻസ് ഒരേ എനർജി ആയിരിക്കും. ഇ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഈ സ്പിയറിൻ്റെ സർഫസിലുള്ള എല്ലാ പോയിന്റുകളുടെയും എനർജി സെയിം ആയിരിക്കും. പക്ഷെ ഓരോന്നും ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളായിരിക്കും. കാരണം എന്താ, ഓരോന്നിൻ്റെയും കെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. കെ എക്സ്, കെ വൈ, കെ സെഡ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ എനർജി എന്ന് പറയുന്നത്, അപ്പോൾ ഈ സ്പേസിലെ, ഈ കേവ് സ്പേസിലെ സർഫസിലെ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് മുഴുവൻ, ഈ പോയിന്റ്സുകൾ മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തിയെടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതായിരിക്കും ഒരു പർട്ടിക്കുലർ എനർജി ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീജനറേറ്റ് എനർജി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇതേ കാര്യം തന്നെ നമുക്കൊരു എൻ സ്പേസിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു 2π/L the whole square into nx square plus ny square plus nz square. അപ്പോൾ നമ്മളൊരു nx, ny, nz സ്പേസിലാണ്, n സ്പേസിലാണ് നമ്മൾ ഈ ഒരു ബിഹേവിയർ റെപ്രസെൻ്റ് ചെയ്ത് വെച്ചാൽ ഇങ്ങനൊരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ റേഡിയസ് n എടുക്കുകയാണെങ്കിൽ n എന്ന് പറയുന്നത് റൂട്ട് ഓഫ് nx സ്ക്വയർ പ്ലസ് ny സ്ക്വയർ പ്ലസ് nz സ്ക്വയർ ആയിരിക്കും. ഈ സ്പിയറിലെ എല്ലാ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സിൻ്റെയും nxും nyയും nzും ഒക്കെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആയിരിക്കും. പക്ഷേ n എന്ന് പറയുന്നത് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഈ n സ്പേസിലുള്ള റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീജനറേറ്റ് ഐഗൺ സ്റ്റേറ്റ്സിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ആണെങ്കിലും അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സിൻ്റെ എണ്ണം
തിട്ടപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു എൻ സ്പേസിലുള്ള പ്രധാനപ്പെട്ട കാര്യം, ഡീജനറേറ്റ് സ്റ്റേറ്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് പ്രിസൈസ് ആയിട്ട് എനർജി, ഒരു പർട്ടിക്കുലർ എനർജി എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബുദ്ധിമുട്ടാണ്, കാരണം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് പ്രിസൈസ് ആയിട്ട് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ വി ക്യാൻ ഗോ ഫോർ ആൻ എനർജി ഇന്റർവൽ, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു ഷെല്ല് ഇവിടെ കൺസിഡർ ചെയ്യാം. You imagine a spherical shell of radius k and with thickness dx. This is a spherical shell. അപ്പോൾ ഈ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ബിറ്റ്വീൻ k and k plus dk. ഓക്കെ, ഇതിന്റെ വോള്യം എത്ര വരും? വോള്യം ഓഫ് ദിസ് ഷെൽ വെരി സിമ്പിൾ. വോള്യം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വോള്യം എന്ന് പറയുന്നത് 4π, സ്പെറിക്കൽ ഷെല്ലിന്റെ 4π k² dk എന്നാണ് വരിക. ഇതേ കാര്യം തന്നെ നിങ്ങൾക്കൊരു എൻ സ്പേസിൽ റെപ്രസെന്റ് ചെയ്യാം. dn എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. സോ വോള്യൂം ഓഫ് ദ ഷെൽ ഈസ് 4π n² dn. നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ബിറ്റ്വീൻ n ആൻഡ് n പ്ലസ് dn എന്നുള്ള രൂപത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഒരു ഫൈനൈറ്റ് എനർജി ഇന്റർവെല്ലിലുള്ള റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് എന്ന് പറയും വോള്യം എന്ന് പറയുന്നത് 4π n² dn ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? dn ക്യാൻ ബി റിട്ടൺ ആസ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. ഈ വോള്യം എന്ന് പറഞ്ഞാൽ ഈ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സിലെ എല്ലാ പോയിന്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ബിറ്റ്വീൻ n and n plus dn. dn is equal to 4π n² dn. ഈ വോള്യത്തിലുള്ള എല്ലാ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്സ് എല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയാൽ യു വിൽ ഗെറ്റ് ദിസ് വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യാൻ പോവാണ്. സോ E is equal to h cross square k² divided by 2m is equal to h cross square divided by 2m into 2π by L the whole square into nx square plus ny square plus nz square എഴുതാം. ആൻഡ് കേക്കും k പ്ലസ് ഡി കേക്കും 4π k² dk എന്ന് എഴുതി. അത് നമ്പർ ഓഫ് നമുക്ക് ഇക്വേഷൻ നമ്പർ 16 എന്ന് കൊടുക്കാം. 4π n² dn എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 17 എന്നും കൊടുക്കാം. ഓൾസോ നമുക്ക് k² എന്ന് പറയുന്നത് 2π by L the whole square n² എന്ന് എഴുതാം. സോ 2k dk ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2π by L the whole square into 2n dn എന്ന് എഴുതാം. ഓക്കെ, സോ dk is equal to 2π by L the whole square into 2n dn into 2k. 2k എന്ന് പറയുന്നത് 2π by L into n. ഈ 2π by L ഉം ഹോൾ സ്ക്വയറും വെട്ടിപ്പോയി, 2ഉം 2ഉം വെട്ടിപ്പോയി, n ഉം n ഉം വെട്ടിപ്പോയി. സോ 2π dn by L. ദിസ് ഇസ് dk. അത് ഇക്വേഷൻ നമ്പർ 17a എന്ന് കൊടുക്കാം. ഓക്കെ, ആൻഡ് dn is equal to 4π n² dn.
equation number 18. So we are going to define a new quantity, density of states. നമ്മളിപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു സ്പെറിക്കൽ ഷെൽ എടുത്തു. ഈ സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഇത് കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ തിക്നെസ് എന്ന് പറയുന്നത് ഡി ആണ്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എൻ സ്പേസിൽ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതേ കാര്യം തന്നെ എൻ, ഇത് ഡി എൻ, അപ്പോൾ എൻ പ്ലസ് ഡി എൻ. ഓക്കെ, അപ്പോൾ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എനർജി ഇ എന്നാണ് എഴുതുക. കെ പ്ലസ് ഡി കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എനർജി നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എൻ പ്ലസ് ഡി എൻ, അല്ലെങ്കിൽ നമ്പർ എന്ന് പറയുന്നത് എൻ പ്ലസ് ഡി എൻ വരും. ഇത് ഇ പ്ലസ് ഡി ഇ വരും. സോ ഈ ഒരു വോള്യത്തിലുള്ള കറസ്പോണ്ടിങ് എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഡി ആണ്. സോ ഡി എൻ ആണ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. സോ ഡി എൻ ബൈ ഡി ഇ കണ്ടുപിടിച്ചാൽ ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ദ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. ദാറ്റ് മീൻസ് number of states per unit energy interval. Number of states per unit energy interval. ഒരു സിംഗിൾ യൂണിറ്റ് എനർജി ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലുള്ള നമ്പർ ഓഫ് സ്റ്റേറ്റ്സിനെയാണ് ഡി എൻ ബൈ ഡി എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയാം. ഡി എൻ എന്ന് പറയുന്നത് ഡി എൻ ഇസ് ഈക്വൽ ടു 4 പൈ മോഡുലസ് എൻ സ്ക്വയർ, എങ്കിൽ 4 പൈ എൻ സ്ക്വയർ ഡി എൻ എഴുതാം. ഇ ഈസ് ഈക്വൽ ടു എച്ച് ക്രോസ് സ്ക്വയർ കെ സ്ക്വയർ ഡിവൈഡ് ബൈ 2m ആണ്. സോ ഡി ക്യാൻ ബി റിട്ടൺ ആസ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2m ഇൻറ്റു 2k dk. ഓക്കെ, സോ dn by d is equal to അപ്പോൾ നമുക്ക് എച്ച് ക്രോസ് സ്ക്വയർ ബൈ എം ഇൻറ്റു കെ ഡി കെ എന്ന് എഴുതാം. ഡി, സോ ഡി എൻ ബൈ ഡി ഈസ് ഈക്വൽ ടു 4 പൈ എൻ സ്ക്വയർ ഡി എൻ ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു കെ ഡി കെ. ഇവിടെ 2m എം ആണ്. ഓക്കെ, അപ്പോൾ എന്തായി 4 പൈ ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു എം ഇൻറ്റു എൻ സ്ക്വയർ ഡി എൻ ഡിവൈഡഡ് ബൈ കെ ഡി കെ. സോ എൻ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ 2 പൈ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കെ സ്ക്വയർ എന്ന് എഴുതാം. കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 പൈ ബൈ എൽ ഹോൾ സ്ക്വയർ ഇൻറ്റു എൻ സ്ക്വയർ എന്ന് എഴുതിയാൽ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ ബൈ 2 പൈ ഇൻറ്റു കെ സ്ക്വയർ ഹോൾ സ്ക്വയർ ഇൻറ്റു 2k സ്ക്വയർ എന്ന് കൊടുക്കാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദ റിസൾട്ട് വിൽ ബി dn by d is equal to 4 pi by h cross square m into L by 2 pi the whole square into k square into dn divided by k dk. ഈ കെയും ഈ കെ സ്ക്വയറിൻ്റെ കെയും വെട്ടിപ്പോയി. സോ 4 pi by h cross square L by 2 pi the whole square into k into dn. dk ക്ക് പകരം what is dk? 2 pi dl dn
by L. 2 pi dn by L ആണ്. Okay. So you can write it as 2 pi by L into dn. So 4 pi by h cross square into L divided by 2 pi whole cube into m into modulus vector k k divided by k. അത്രയേ ഉള്ളൂ. ഡിവൈഡ് ബൈ വരില്ല, ഡിവിഷൻ കിട്ടിപ്പോവും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ നമ്മൾ കെ റൂട്ട് 2me ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് എന്ന് കൊടുക്കുക. വാട്ട് ഈസ് കെ? കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2me divided by h cross square ആണ്. So k is equal to root 2me divided by h cross എന്ന് കൊടുക്കാം. So you can write it as 4 pi by h cross square into L by 2 pi whole cube into m into root 2me divided by h cross.